എന്ന സമയത്ത് തന്നെ തിരിച്ചറി പടത്തിലുണ്ടോ? അപ്പോൾ കാണാനൊരു ഇൻട്രസ്റ്റ് ആണ്. ഉണ്ട്, പടത്തിലുണ്ട്. ഉണ്ട് അറിയാം. അപ്പോൾ കുറച്ചുകൂടെ അദ്ദേഹം ഈ പടത്തിലുണ്ടോ എന്ന് ചോദിച്ചിട്ട്, അപ്പം അത്രയും ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണല്ലോ. ഈ പടത്തിലേക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്താണെന്ന് എങ്ങനെയാണ് ഈ പടത്തിലേക്ക് വന്നത്? പടത്തിലേക്ക് ജിത്തു ചേട്ടൻ വിളിക്കുക. ഫസ്റ്റ് പടമാണല്ലോ, ഫസ്റ്റ് പടമല്ലേ? ഫസ്റ്റ് പടമാണ്. അപ്പോൾ ഇതേപോലൊരു പകുതിക്കാന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ആക്ടർ ഒരുപാട് പടങ്ങൾ ചെയ്ത് നമ്മുടെ മലയാളികളുടെ ഇന്നും ഇപ്പോഴും ഒരുപാട് ഓർക്കുന്ന കഥാപാത്രങ്ങൾ ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിലേക്ക് ഭാഗമാകുമ്പോൾ എന്താണ് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തതാണ്? എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു. പിന്നെ എന്താണ്, ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു അത്. ഇപ്പോൾ എനിക്കായാലും റോഷനായാലും മിഥുൻ്റെയും ഫസ്റ്റ് പടമാണ്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു അവിടെ. നമ്മൾ റൂമിലായാലും അവിടെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. കുറച്ച് ലൗഡാണല്ലോ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കറക്റ്റ് മലയാളം അല്ല സംസാരിക്കുന്നത്. അങ്ങനത്തെ ഫുഡ്സൊന്നും വരാറും വേണം. ഈ കന്നഡയും മലയാളമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. അപ്പം ഉറക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രൊമോഷൻ രീതിയും പെർഫോമൻസും ആയിരുന്നു ഇക്കാരുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത്. എന്തായിരുന്നു അതിന്റെ കാര്യം? കാര്യമൊന്നുമില്ല, ട്രെയിലർ പോലും ഇല്ല. അതൊക്കെ ചെയ്താലേ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എനിക്ക് ഈ പടം എന്നല്ല, ചെയ്യുന്ന പടങ്ങളെല്ലാം ആൾക്കാർ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് ഒരു ഇൻട്രോ ഈ പടത്തിന് ആവശ്യമുണ്ടെന്ന്, പടം കാണാൻ പോകുന്നതിന് മുമ്പ് ഈ പടത്തിനെ പറ്റി ഒരു ഇൻട്രോ ആൾക്കാർക്ക് കൊടുക്കണമെന്നുണ്ട്. ഇല്ല, അതെന്നാൽ കുട്ടികൾ ചുമ്മാ ഞാൻ ഡാൻസ് പഠിച്ചിട്ട് പോയതൊന്നുമില്ല. കുട്ടികൾ ചുമ്മാ പറഞ്ഞോണ്ട് ഞാൻ അവരോട് അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരെന്തോ വേണ്ടി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന് ഇങ്ങോട്ടൊന്നും തിയേറ്ററിൽ ആവേശം കൊള്ളിക്കണമല്ലോ. അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ആവേശം എന്നുള്ള പേര് വെച്ചിട്ട് ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം രോമാഞ്ചം കൊള്ളിക്കും എന്നുള്ളൊരു സാധനം. അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, രോമാഞ്ചം കൊള്ളിക്കും എന്നുള്ളൊരു സാധനം. ആവേശം ഉറപ്പായിട്ടും ആവേശം ആക്ച്വലി ഫുള്ളി എന്റർടൈനർ ആണ്. മൊത്തത്തിൽ ചിരിയും പരിപാടിയൊക്കെ ആയിട്ട് ഫുള്ളി എന്റർടൈനർ പാക്ഡ് ആയിട്ടുള്ള ഒരു പടമാണ്. അതിൻ്റെ അകത്ത് വേറെ അൺഎക്സൈറ്റ്മെന്റ് എന്നല്ലേ പറയാ, അത് ഉണ്ടാവാൻ സാധ്യതയില്ല. എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. മറ്റൊന്ന് സീൻ മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞൊന്നുമല്ലല്ലോ, ചുമ്മാ തള്ളി. ആവേശത്തില് രോമാഞ്ചത്തിലുള്ള പോലെ, രോമാഞ്ചത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു ട്രാക്കൊക്കെ അങ്ങനെയുള്ളൂ. ഇതിലുള്ള മിക്ക ട്രാക്സും അങ്ങനെ ഫുള്ളി അത്യാവശ്യം ടെമ്പോ ഉള്ള ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല. എല്ലാം ഒരു സ്കോർ പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ 8 പാട്ട് ഉള്ളത് അങ്ങനെ പടം കാണുമ്പം അറിയില്ല ആ ഒരു 8 സോങ്സ് വന്ന് പോകുന്നത്. ഇനിയും ഇറക്കാൻ കുറച്ച് നമ്പേഴ്സ് ഉണ്ടായിരുന്നു, കുറച്ച് ഇറക്കി വിടും. എനിക്കൊന്ന് റിലീസ് ആവാറായതുകൊണ്ട് ഇനിയിപ്പം പടത്തിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പാട്ടൊക്കെ ഇറക്കുന്നത്. എല്ലാം ഇങ്ങനത്തെ ഒരു വൈബാണ്. എനിക്ക് ഈ അൺഡു റെഫറൻസ് എന്ന് പറയാൻ കാരണം അല്ല, അങ്ങനെയല്ലല്ലോ. നമുക്കില്ല, ഇപ്പം എന്നെ തേടി വരുന്ന സിനിമകളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം മാക്സിമം ഓരോ സിനിമകളും ഡിഫറെൻ്റ് ആകുമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ. ഈ സ്വഭാവത്തിലുള്ള സിനിമകൾ ഇപ്പോൾ ചെയ്യാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് കുറച്ചുകൂടെ സിനിമകളിൽ വരണം എന്ന് തോന്നി. ഇപ്പം ഈ പറയുന്ന ഓഫ് ബീറ്റ് ഫിലിംസിനൊക്കെ നമുക്ക് വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. തിയേറ്ററിക്കലായിട്ട് ചിന്തിക്കണമെന്നൊന്നുമില്ല. എല്ലാം പല പല ഓപ്ഷൻസ് ഉണ്ട്. തിയേറ്ററിക്കലായിട്ട് സിനിമകൾ ചിന്തിക്കുമ്പോഴാണ് ഈ സ്വഭാവത്തിലേക്കുള്ള സിനിമകളിലേക്ക് എത്തുന്നത്. ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാം ഓർഗാനിക്കായിട്ട് വരുന്നത്. പക്ഷേ ഇവര് 3 പേരാണ് സിനിമയിലെ ഹീറോ. ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇവരെ 3 പേരെയും ബാംഗ്ലൂർ പുറത്ത് ഷൂട്ട് തന്നെയായിരുന്നു. കാരണം ഹിപ്സിനെ കണ്ട ആളുകൂടിയ ഷൂട്ടാണ് എടുത്തത്. അപ്പോൾ അത്രയും 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് നമ്മൾ സെറ്റിലല്ലേ. അപ്പം ഞങ്ങൾക്കും ഇത് ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇത്രയും എന്താ പറയുക യങ്സ്റ്റേഴ്സായിട്ട്, അതും ഇൻഡിവിജ്വലി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാർക്ക് ഇൻട്രാക്ട് ചെയ്ത് കുറേ നാൾ 3-4 മാസം ഞാൻ ഒരുപാട് അനുഭവിക്കുന്നു. താങ്ക് യു. ഇപ്പോൾ രോമാഞ്ചം ഒട്ടിയതിന് ശേഷം രോമാഞ്ചം എല്ലാവരെയും എന്റർടൈൻ ചെയ്യിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഇതിൽ
ശ്രമിച്ചിരുന്നു, റൊമാൻറ്റിക്കിന് ശ്രമിച്ചിരുന്നു, ഇതിനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലാണ് നേരത്തെ പറഞ്ഞത്, അതിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് കൂടി ഇത് ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനോട് ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ കമ്മിറ്റ് ചെയ്തതായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. രോമാഞ്ചം സെക്കൻഡ് പാർട്ടിൻ്റെ കാര്യം അന്ന് സംസാരിച്ചിരുന്നത്, രോമാഞ്ചം സെക്കൻഡ് പാർട്ടുണ്ട്, അതിൻ്റെ പ്ലാനിങ്ങുകൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലങ്ങനെ വേറെ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടല്ല. രോമാഞ്ചം റിലീസ് ആവുന്നതിന് മുന്നേ ആയ പ്രൊജക്റ്റാണ്. രോമാഞ്ചം റിലീസിനൊക്കെ എത്രയും മുന്നേ ഒരു പ്രൊജക്റ്റായി കഴിഞ്ഞു. നവംബറിൽ ഇത് പ്രൊജക്റ്റായി, നവംബർ ഡിസംബറിൽ പ്രൊജക്റ്റായി, ഫെബ്രുവരിയിലാണ് രോമാഞ്ചം റിലീസ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടും ഇതും തമ്മിൽ അങ്ങനെ വേറെ ബന്ധങ്ങളൊന്നുമില്ല.